അക്ഷരങ്ങളുടെ വിരുന്നും ആശയങ്ങളുടെ മരുന്നും മനുഷ്യജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ സഹായകരമായ രണ്ട് കാര്യങ്ങളാണ്. വായന ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെയും ചിന്തകളെയും മനോഹരമാക്കി തീർക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷം ഇല്ല. അക്ഷരങ്ങൾ നമ്മുടെ മുമ്പിൽ വിരുന്നിൻ്റെ വലിയൊരു ലോകത്തെ തീർക്കുകയാണ്. ആശയങ്ങൾ ആന്തരിക മുറിവുകൾക്ക് സൗഖ്യം പകരുന്ന മരുന്നായി മാറ്റപ്പെടുകയും ചെയ്യുകയാണ്. അക്ഷരങ്ങളെയും ആശയങ്ങളെയും നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ 3 കാര്യങ്ങൾ അനുഭവിക്കാറുണ്ട്. ഒന്ന്, അവർ ഒരു വസ്തുവിനെ കാണുന്നു, കാണുന്ന വസ്തുവിനെ രണ്ടാമത് നോക്കുന്നു, നോക്കുന്ന വസ്തുവിനെ മൂന്നാമത് നിരീക്ഷിക്കുക കൂടി ചെയ്യും. നമ്മുടെ കൺമുമ്പിൽ കടന്നു വരുന്ന വസ്തുക്കളെ കാണാൻ കണ്ണിന് കേവലം കാഴ്ചയുണ്ടായാൽ മാത്രം മതി. ആ കാണുന്ന വസ്തുക്കളെ നമ്മൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന വസ്തുക്കളെ ശ്രദ്ധിക്കാനായിട്ട് ഇടയായിത്തീരുക. കാണുന്നതിനെ ശ്രദ്ധാപൂർവം നമ്മൾ നോക്കുന്നതാണ് നിരീക്ഷണമായി മാറ്റപ്പെടുക. കാണുന്നതിനെ നോക്കാനും നോക്കുന്നതിനെ നിരീക്ഷിക്കണമെങ്കിൽ നിശ്ചയമായും കാഴ്ചയും ശ്രദ്ധയും മാത്രം പോരാ, ഇത്തിരി ബോധവും ബോധ്യം കൂടെ ആവശ്യമാണ്. ഈ നോമ്പ് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാറ്റിനും ഈ 3 തലത്തിലുള്ള കാഴ്ചയുടെ വ്യത്യസ്തമായ കാതലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ഇടയാകട്ടെ. നമ്മുടെ മുൻപിൽ വരുന്ന ഒരു മനുഷ്യൻ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച കൊണ്ട് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ രൂപഭംഗി, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ലാവണ്യമൊക്കെ മാത്രമേ കാണുള്ളൂ. കാഴ്ച നിരീക്ഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ, നോട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആ മനുഷ്യൻ്റെ പുറമെയുള്ള കാഴ്ചകൾക്കപ്പുറം ആ മനുഷ്യൻ്റെ അകമയുള്ള നൊമ്പരങ്ങളെ കൂടി തിരിച്ചറിയാനായിട്ട് പറ്റും. നോട്ടം ശ്രദ്ധയിലേക്ക് വഴിമാറുമ്പോൾ ആ മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെ കൂടെ അറിയാനും അതിന് ഒരു മരുന്നായി മാറുവാൻ കൂടെ സാധിക്കും. ഈ അനുഗ്രഹീതമായ നോമ്പ് കാലം അക്ഷരങ്ങളുടെ വിരുന്ന് ആസ്വദിച്ചുകൊണ്ട്, ആശയങ്ങളുടെ മരുന്നിനെ സ്വീകരിച്ചുകൊണ്ട്, കാഴ്ച കൊണ്ട് കാണാനും ശ്രദ്ധ കൊണ്ട് നോക്കാനും ബോധ്യം കൊണ്ട് നിരീക്ഷിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.